Earnmarks, your perfect learning partner. അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ത്രൂ സസ്പെൻസ് അക്കൗണ്ട്. സസ്പെൻസ് അക്കൗണ്ട് വഴി നമുക്ക് എങ്ങനെയാണ് എറേഴ്സ് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുൻപ് ആദ്യം നമുക്ക് എന്തറിയണം, എന്താണ് സസ്പെൻസ് അക്കൗണ്ട് എന്നറിയണം. എന്താണ് സസ്പെൻസ് അക്കൗണ്ട്? ഓക്കെ, സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇറ്റ് ഈസ് എ ടെമ്പററി അക്കൗണ്ട് ആണ്. ഓക്കെ, അതെന്താണ്? അത് താൽക്കാലികമായിട്ട് ഉണ്ടാക്കുന്ന ഒരു അക്കൗണ്ട് ആണ് എന്ത്? സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, എറർ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇത്തരം അക്കൗണ്ടുകൾ അവിടെ ഇല്ലാണ്ടായി പോകുന്നുണ്ട്. ഓക്കെ, എറർ ലൊക്കേറ്റ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യുന്നത് വരെ നമ്മൾ താൽക്കാലികമായിട്ട് ഉണ്ടാക്കുന്ന ഒരു അക്കൗണ്ട് ആണെന്ത്? സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. എ സസ്പെൻസ് അക്കൗണ്ട് ഈസ് ആൻ അക്കൗണ്ട് യൂസ്ഡ് ടെമ്പററിലി ടു ബാലൻസ് ദ ബുക്സ് when there is an error or incomplete information until the error is located or the correct account is identified. അല്ലെ, ഒരു എറർ ലൊക്കേറ്റ് ചെയ്യുന്നത് വരെയോ അല്ലെങ്കിൽ എന്താ പറയുന്നത്, കറക്റ്റ് അക്കൗണ്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് വരെയോ നമ്മൾ താൽക്കാലികമായിട്ട് ഉണ്ടാക്കുന്ന ഒരു അക്കൗണ്ട് ആണ് എന്തെന്ന് പറഞ്ഞാല്, അല്ലെ, നമ്മുടെ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്യാനായിട്ട് താൽക്കാലികമായിട്ട് ഉണ്ടാക്കുന്ന ഒരു അക്കൗണ്ട് ആണ് എന്ത്? സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. എന്താണ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാല്? നമ്മൾ എന്താണ്, നമ്മളുടെ ബുക്സ് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ താൽക്കാലികമായിട്ട് ഉണ്ടാക്കുന്ന അക്കൗണ്ട് ആണ് എന്ത്? സസ്പെൻസ് അക്കൗണ്ട്. ഇവിടെ നമ്മൾ എറർ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ പറയുന്ന സസ്പെൻഡ് അക്കൗണ്ട് നള്ളിഫൈ ആയി പോകുന്നുണ്ട്, ഇല്ലാണ്ടായി പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. Okay, for example, Gopal's account was debited short by rupees 100. Gopal's account was debited short by rupees 100. ഇവിടെ പറയുന്ന കാര്യം എന്ന് വെച്ചാല്, ഗോപാലിന്റെ അക്കൗണ്ട് നമ്മൾ ശരിക്കും ഡെബിറ്റ് ചെയ്യേണ്ടതായിരുന്നു. ആ ഡെബിറ്റ് മുഴുവനായിട്ട് നമ്മൾ ചെയ്തില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? 100 രൂപ കുറച്ചിട്ടാണ് നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഗോപാലിന്റെ അക്കൗണ്ടിൽ ആക്ച്വൽ ഉള്ളതിനേക്കാൾ എന്താണെന്നാ പറയുന്നത്? ഗോപാലിന്റെ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്ത സമയത്ത് ആക്ച്വൽ എമൗണ്ടിനേക്കാൾ 100 രൂപ കുറച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഡെബിറ്റ് ചെയ്തത് എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ ഇതെന്തായിരുന്നു? ഗോപാൽസ് അക്കൗണ്ട് വാസ് ഡെബിറ്റഡ് ഷോർട്ട് ബൈ rupees 100. ഗോപാലിന്റെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 100 രൂപ കുറച്ചിട്ടാണ് നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അപ്പോ ഇവിടുത്തെ എറർ എന്താണ്? ഗോപാൽസ് അക്കൗണ്ട് വാസ് ഡെബിറ്റഡ് short by rupees 100. That is, he was supposed to be debited more, but only less was recorded. അല്ലെ, കൂടുതൽ ഡെബിറ്റ് ചെയ്യണമായിരുന്നു, പക്ഷെ നമ്മൾ എന്താണ്, കുറച്ചിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അല്ലെ, അപ്പോ നമ്മളിവിടെ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? അപ്പൊ നമ്മളിവിടെ ഗോപാലിന്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തപ്പോ പൂർണ്ണമായിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തില്ല, 100 രൂപ കുറച്ചിട്ടാണ് ഡെബിറ്റ് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഗോപാലിന്റെ അക്കൗണ്ടിൽ 100 രൂപ നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടണം, അല്ലെ, ഡെബിറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എങ്ങനെ എൻട്രി എഴുതാ? ഗോപാൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. ഗോപാൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സസ്പെൻസ് അക്കൗണ്ട്. ഓക്കെ, അപ്പൊ 100 രൂപ എന്ത് ചെയ്യാ? എമൗണ്ട് കാണിക്കുക. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു തെറ്റ് നമുക്ക് ഇവിടെ തിരുത്താനായിട്ട് സാധിക്കും. ഗോപാൽ അക്കൗണ്ട് ഡെബിറ്റഡ് ഷോർട്ട് ഈസ് കറക്റ്റഡ്. അല്ലെ, ഗോപാൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത സമയത്ത് ഷോർട്ട് 100 രൂപ വന്നു. അത് നമ്മൾ എന്ത് ചെയ്തു? കറക്റ്റ് ചെയ്തു. ജസ്റ്റ് ഗോപാൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, നമ്മൾ എന്തിനെ ക്രെഡിറ്റ് ചെയ്തു? സസ്പെൻസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇനി നേരെ തിരിച്ചു നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. സെയിൽസ് ബുക്ക് ഫോർ ഡിസംബർ 2014 ഈസ് അണ്ടർ കാസ്റ്റ് ബൈ rupees 500. അല്ലെ, സെയിൽസ് ബുക്കിൽ നമ്മൾ എന്താണെന്നാ പറയുന്നത്? 500 രൂപ നമ്മൾ കുറച്ചാണ് കാണിച്ചിട്ടുള്ളത്. സെയിൽസ് ബുക്കിൽ നമ്മൾ എന്താണ്? 500 രൂപ നമ്മൾ കുറച്ച് കാണിച്ചു, അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ എൻട്രി എഴുതാം? സെയിൽസ് ബുക്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 500 രൂപ നമ്മൾ കൂട്ടണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 500 എമൗണ്ട് എഴുതാം. എന്താണ്? സസ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു
സെയിൽസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 500 രൂപ നമ്മൾ കാണിക്കണം. ഓക്കെ, ഓവർകാസ്റ്റ് ചെയ്യുമ്പോഴും അണ്ടർകാസ്റ്റ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം ആലോചിക്കുക കേട്ടോ. അണ്ടർകാസ്റ്റ് ആകുമ്പോൾ സസ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്, ഓവർകാസ്റ്റ് ആകുമ്പോൾ സസ്പെൻസ് അക്കൗണ്ട് ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. Earn Marks, your perfect learning partner.